ട്രോളിംഗ് നിരോധന കാലം കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം. ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം. മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചാരണത്തെ തുടർന്ന് മത്സ്യക്കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത്. മത്സ്യക്ഷാമം, കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പൽ അപകടത്തിന്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ കപ്പൽ മുങ്ങിയ ആ ടൈം മുതൽ പറയുന്നത് അത് പൊട്ടിത്തെറിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഇന്നേവരൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചെലവ് ചെയ്ത് ഇനിയിപ്പോൾ വരുന്നത് ഒരു സീസൺ പണിയാണ് ഈ വരുന്നത്. അപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ കടവും വിലയും കയറി നശിച്ചു പോകാനല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇത് കടവും വിലയായിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയിട്ട് എല്ലാ ഞങ്ങളല്ല മൊത്തം മത്സ്യത്തൊഴിലാളി, കേരളത്തിലെ മൊത്തം മത്സ്യത്തൊഴിലാളി ചെയ്തത്. ഇപ്പോഴാണ് ഈ 2-3 മാസം കിട്ടുള്ളൂ. ഏത് ഫിഷിംഗ് ബോട്ടിൻ്റെ ഇവർ നിലവാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണ് കിട്ടണമെങ്കിൽ ഒരാളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാ ഡോക്ടർമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് വരെ ഒരു പഠനം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് പഠനം നടത്താണ്ട് നമുക്ക് വായത്ത് പോലും പറയണവർ ഏത് ക്യാൻസർ മറ്റ് ഓരോ അസുഖങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.